ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ കിട്ടിയപ്പോൾ എന്നാൽ അതുകൊണ്ടൊരു പുതിയ ഐറ്റം ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ. അതുകൊണ്ട് ഇവിടെ കുറച്ച് ചെമ്മീൻ, ഒരു 10-18 ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ടോ ചെമ്മീൻ? കുറച്ച് നല്ല വലിയ ചെമ്മീനാണ്. അപ്പം ഞാനിതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞു. പിന്നെ നടുക്ക് ഇങ്ങനെ ഒരു കുടൽ കാണും, അതിൻ്റെ ഒരു നാര് പോലത്തെ സാധനം. അത് നമ്മളിങ്ങനെ മുറിച്ച് അതിനകത്ത് ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് എടുത്ത് കളയണം. അത് നിർബന്ധമായിട്ട് എടുത്ത് കളയണം. അത് കൊള്ളില്ല, അത് വല്ല വയറുവേദനയൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും വിനീഗറും കൂടെ ഇടാൻ പോവാണ്. കുറച്ച് ഈ ചെമ്മീൻ വെള്ളത്തിലിട്ട് കഴുകിയതാണ്, നന്നായിട്ട് കഴുകിയതാണ്. എന്നാലും കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വിനീഗറും ചൊറുക്ക ഇതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിക്കൊണ്ടുവരാം. എന്നിട്ട് ബാക്കി പറയാം. ഇപ്പോൾ ഇതിൽ വിനീഗറും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചേക്കുവാണ്. കണ്ട, അപ്പം തന്നെ അതിന് നിറം മാറിയുണ്ടോ? ഒഴിച്ച ഉടനെ തന്നെ എത്രയോ പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തതാണ്. എന്നാലും കണ്ട അതിൽ അഴുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് 2 പ്രാവശ്യം കഴുകി ഒന്നും കൂടെ എടുക്കാം. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയാം. കുറച്ച് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, ഒരു 10 വെളുത്തുള്ളി, ചെറുതും വലുതൊരു 10 വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു കൈപ്പിടി നിറച്ചും ചെറിയ ഉള്ളി, ഒരു 10-20 ആവാം. പിന്നെ ഒരു 4 പച്ചമുളക്, അതും നമ്മുടെ എരിവനുസരിച്ച്. ഒരു കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പില വെച്ചിട്ടുണ്ട്, കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. 2 മുളക്, കാശ്മീരി മുളകും മറ്റേ മുളകും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മറ്റേ വെളിച്ചെണ്ണയല്ല. ഉപ്പ്, ഇത്രയുണ്ട്. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, കോൺഫ്ലവർ, അതും കൂടെ ഉണ്ട്. നമുക്കിനി നോക്കാം. ഞാനിത് കഴുകിക്കൊണ്ടുവരാം നന്നായിട്ട്. നമ്മൾ തന്നെ ഈ ഉള്ളിയെല്ലാം എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ്. അതല്ല കല്ലുള്ളവർ കല്ലിൽ ചതച്ചെടുക്കാനുള്ളതാണ്. കല്ലില്ല, ചെറിയ ഇടിയിലുണ്ട്, പക്ഷെ അത് കുറേ നേരം ചതയ്ക്കണ്ടേ. അതുകൊണ്ട് ഇതാകുമ്പോൾ ഈസിയാണല്ലോ. അപ്പം നമ്മൾ ഇതെല്ലാം അങ്ങനെ എടുത്തിട്ട് ചതച്ച് നീരെടുക്കണം ഇതിൻ്റെ. അതിനാണ് ഇതുള്ളത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അതുപോലെ നമ്മൾ പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിലിടുകയാണ്. ഇനി നമ്മൾ ഇഞ്ചി നമുക്ക് അതിലിടാം. എൻ്റെ മിക്സി നല്ല പുത്തൻ മിക്സ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞിട്ടു. അതിനാണെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാണ്. അതിൻ്റെ നേരെ വിപരീതമാണ് പഴയ മിക്സിയാണ്. ഇത് താമസം പിടിക്കും. പിന്നെ ആ വെളുത്തുള്ളി അതും ഇതിലോട്ടിടുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരാം. നമ്മളിത് കണ്ട നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിരിക്കണം. ഇനി ഇതിൻ്റെ നീര് മാത്രം എടുക്കണം. അരിപ്പ് വച്ചിരിക്കുകയാണ് ഞാൻ. ഇനി ഇതിൻ്റെ നീര് നമുക്ക് അരിച്ചെടുക്കാം. നമ്മളിവിടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ഒരു നാരങ്ങ ഞാൻ കാണിച്ചില്ലേ, അതിൻ്റെ നീരും കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് മിക്സ് ചെയ്ത് പിടിക്കട്ടെ. നാരങ്ങ നീര് ഒഴിച്ചു മറ്റേ എല്ലാം കൂടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. ഇത്രയും വേണമെന്ന് നോക്കണം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീരി മറ്റേ 2 കൂടെ മിക്സഡാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ടിട്ട് കൊടുക്കാം. നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
ഉപ്പൊക്കെ നോക്കിയിട്ടിടണം. നനവ് പോലെ അത് മാറ്റി വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. ചുമ്മാ വെള്ളം പോലെ ആവാൻ പാടില്ല. അതൊക്കെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഒരു ഇച്ചിരി ഒഴിച്ചെടുക്കാം, തരിക്കോളം. വേണമെങ്കിൽ ഇതിൽ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇടാം. ഞാനിപ്പോൾ അതിടുന്നില്ല, കാരണം ചെമ്മീനൊക്കെ അല്ലേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ബാക്കി നമുക്ക് കാണാം. ഇവിടെ ഞാൻ കുറച്ച് ടൂത്ത് പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ടൂത്ത് പിക്ക് എടുക്കുന്നു, ഒരു ചെമ്മീൻ എടുക്കുന്നു. ആ ചെമ്മീനിൻ്റെ വാലിൻ്റെ അറ്റത്തുനിന്ന് ഇതിൻ്റെ മുനയുള്ള ഈർക്കിലി ഉണ്ടെങ്കിൽ നല്ലതാണ്. എനിക്കിവിടെ ഈർക്കിലിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ടൂത്ത് പിക്ക് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ അകത്തൂടെ കയറ്റാണ് ഇതിൻ്റെ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പിടി പോലെ വരണം. കണ്ടോ? ഇങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകൂടെ കാണിച്ചു തരാം. ചെമ്മീൻ എടുത്തു. ചെമ്മീനിൻ്റെ വാലിൻ്റെ അറ്റം നിവർന്ന് നിൽക്കണം. ചെമ്മീൻ നാണിച്ച് കുനിഞ്ഞ് നിൽക്കണം. പാവം ചെമ്മീൻ, എന്തെല്ലാം ചെയ്യുന്നില്ല അതിനെ. കണ്ട, ഇങ്ങനെ ഇത് വേണം നമുക്ക്. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. കുത്തി വെച്ചിട്ടുണ്ട് ഞാൻ. കുറച്ച് വലിയ ചട്ടിയാണ്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഞാനിത് ഓരോന്നായിട്ട് ഇതിൽ പെറുക്കിയിടുകയാണ്. ഇതൊരു 2 മിനിറ്റ് ഒന്ന് വേവട്ടെ ഇതിനകത്ത് കിടന്ന്. അധികം വേവിക്കരുത്, റബ്ബർ പോലെ ആയിപ്പോൾ. ചെമ്മീനൊക്കെ നല്ല നടുവ് നിവർത്തി നിൽക്കണുണ്ടോ? ഇതൊന്ന് വേവണം. ഓഫ് ചെയ്യാണ്. ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഇട്ട് വയ്ക്കാം. വെള്ളം പാടില്ല, ഒട്ടും വെള്ളമില്ലാതെ വേണം ഇതെടുക്കാൻ ഇനി അടുത്ത പരിപാടിക്ക് വേണ്ടി. പിന്നെ വെള്ളം പോട്ടെ, എന്നിട്ട് ബാക്കി പിന്നെ കാണിച്ച്. ഒട്ടും വെള്ളം പാടില്ല, നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. നമുക്കിനി ഇവിടെ ഞാൻ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇടുകയാണ് കുറച്ച്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂണില്ല 2 ടേബിൾ സ്പൂൺ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ, മുഴുവൻ ഒഴിക്കാതെ. അതും കൂടെ നമുക്ക് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ കുത്തി വെച്ചിട്ടില്ലേ നമ്മൾ
അതിലോട്ട് ഇത് ചേർക്കും. ഈ അരപ്പ് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ 2 മിനിറ്റേ വേവിച്ചുള്ളൂ. 2 മിനിറ്റ് മതി വേവിക്കാൻ. നന്നായിട്ട് വെന്ത് ഇപ്പം തന്നെ. അധികം വേവിച്ചാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് വെച്ചിട്ട് ഇത് ഇനിയിപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂറോളം ഇങ്ങനെ വെച്ചേക്കണം. ഈ അരപ്പൊന്ന് ശരിക്ക് പിടിക്കണതിൽ ഇങ്ങനെ എടുത്ത് വെച്ചു. എല്ലാം നമുക്കിതുപോലെ പുരട്ടാം. നന്നായിട്ട് അരപ്പ് പിടിക്കണം. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്നിട്ട് കൊടുക്കാം. മതി. എണ്ണ അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. ചീനിച്ചട്ടി വെച്ച് എണ്ണ അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത്ര പോരാ. എന്നാലേ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടു. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ആക്കിയിട്ടേ ഇതാ ഇങ്ങനെ 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 ഈ കോൺഫ്ലവറിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിടുക. അപ്പോൾ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ അത് അവിടെ തന്നെ നിന്നോളും. കേട്ടോ. ഞാൻ എരിവുണ്ട് കുറച്ച്. ചെമ്മീനൊക്കെ ആകുമ്പോൾ ഇത്തിരി എരിവുള്ളതാണ് നല്ലത്. ഒന്നാമത് ഇത് ഈ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അതും കൂടെ ഉണ്ടല്ലോ അതിൽ. അപ്പം അത് എരിവ് കുറവാണല്ലോ. നമ്മൾ ആദ്യം ഇട്ടത് മുരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ചെമ്മീനാണെന്ന് ആരും തോന്നില്ല. വേണ്ട അല്ലേ? ഉണ്ടോ? ചെമ്മീനാണെങ്കിൽ വളഞ്ഞിരിക്കണ്ടേ. നമ്മൾ ആ സ്റ്റിക്ക് വെച്ചതുകൊണ്ട് വളഞ്ഞിട്ടില്ല. എല്ലാം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ചിടാം. നമുക്ക് കുറച്ചിങ്ങനെ മൂപ്പിച്ചെടുക്കരുത്. ഭയങ്കരമായിട്ട് മൂപ്പിക്കണമെന്നില്ല. ഭയങ്കരമായിട്ട് മൂപ്പിച്ചത് ഇതിപ്പോൾ സോഫ്റ്റാണ്. തിന്നാലും സോഫ്റ്റായിട്ടിരിക്കും അകത്ത്. നമ്മുടെ റെഡ് പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല സ്വാദും നല്ലത്. സ്നാക്സായിട്ട് നന്നായിട്ട് കഴിക്കാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കതിങ്ങനെ ലോലിപ്പോപ്പ് പോലെ ഇതിലിങ്ങനെ പിടിച്ച് കണ്ടോ ഇങ്ങനെ പിടിച്ച് കഴിക്കാം. ചെമ്മീനാണെന്ന് ആരും പറയില്ല അല്ലേ? ഞാൻ കാണിച്ചില്ല. ചെമ്മീൻ ഉണ്ടാക്കണത് കാണിച്ചിട്ടാണ് വെച്ചത്. നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ എരിവൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. കുരുമുളക് പൊടിയൊക്കെ ഇടാം വേണമെങ്കിൽ. പിന്നെ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും വേണമെങ്കിൽ ഇടാം. നമ്മുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. എന്ത് വേണമെങ്കിൽ ചേർക്കാം. എന്നാലും ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ചേർക്കാം. സോസ് വേണമെങ്കിൽ എടുക്കാം. വേണമെങ്കിൽ ഇത്തിരി ചട്നി ആണെങ്കിൽ അതും വേണമെങ്കിൽ നന്നായിട്ട് മാച്ച് ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.